ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ലെവലിൽ മാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു തംബ്നെയിൽ കണ്ട് വന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരാണ്. ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് എനിക്കറിയാം. നിങ്ങൾ പ്രതീക്ഷ എന്തായാലും ഞാൻ തളർത്തുന്നില്ല. കാരണം എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു സ്റ്റഡിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത് ഉറപ്പാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ്. കാരണം ഞാനും ഇതേപോലെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ലെവലിൽ മാർക്ക് സ്കോർ ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ അവിടുന്ന് കുഴപ്പമില്ലാത്തൊരു ലെവലിലേക്ക് മാർക്ക് എത്തിക്കാനും ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ബിസിനസ് സ്റ്റഡീസാണ്. പക്ഷേ ഞാൻ പഠിച്ചത് സയൻസാണ്. അപ്പോൾ എനിക്ക് തീരെ അറിയാത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് പോലും എനിക്ക് ഇത്രത്തോളം നല്ല രീതിയിൽ എടുക്കാൻ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ഒരു ടെക്നിക്ക് എൻ്റെ ഈ ഒരു ജേണിയിൽ എൻ്റെ ഈ ഒരു പഠിപ്പിക്കുന്ന ലൈഫിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതിനെ കൊണ്ടാണ് എനിക്കിതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളത്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാ മനുഷ്യന്മാർക്കും 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ 5 രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യുന്നത്. ഒന്ന് കേൾക്കുക, ഒന്ന് സ്മെല്ല് വഴി, ഒന്ന് കാഴ്ച വഴി, ഒന്ന് ടേസ്റ്റ് വഴി, ഒന്ന് ടച്ച് ചെയ്യുന്നത് വഴി ഫീൽ ചെയ്യുന്നത്. ഈ ഒരു 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ എന്താക്കുന്നത്, മനസ്സിലാക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ചുറ്റുപാടിൽ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ, ഇതിലേതൊക്കെയോ സെൻസ് ഓർഗൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എന്താക്കിയിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ എന്ത് കാര്യം എടുത്താലും, നമ്മൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാട്ട്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതിലേതൊക്കെ ഒന്നോ അല്ലെങ്കിൽ പല കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമ്മളെ ലേണിംഗ് എബിലിറ്റിയും സെൻസ് ഓർഗൻസും നല്ല രീതിയിൽ എന്താണ് കണക്റ്റഡ് ആണ് പല രീതിയിലും. സോ സയൻറ്റിഫിക്കലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സെൻസ് ഓർഗൻസ് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന പറയാം. അതായത് നമ്മൾ ഈ 5 സെൻസ് ഓർഗൻസും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതൊരു സബ്ജക്റ്റോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ ഈ 5 സെൻസ് ഓർഗൻസും നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് തിയറിയും പഠിക്കാനുണ്ടാവും, പ്രാക്ടിക്കലും പഠിക്കാനുണ്ടാവും അല്ലേ. പല കാര്യങ്ങളും ഇപ്പോൾ ലാബിൽ പോയി പ്രാക്ടിക്കലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു പഠിക്കുന്ന സംഭവം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഏത് സമയത്താണ്, തിയറിയിലാണോ പ്രാക്ടിക്കലാണോ? ഓഫ് കോഴ്സ് പ്രാക്ടിക്കലാണല്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻസ് ഓർഗൻസ് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന തിയറിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ സമയത്താണ്. കാരണം തിയറി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സെൻസ് ഓർഗൻസ് ഒന്ന് നിങ്ങൾ ചെവി യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ടീച്ചർ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് കേൾക്കുന്നുണ്ടല്ലേ. പിന്നെ ചില സമയങ്ങളിൽ നിങ്ങളതിൻ്റെ പിക്ചേഴ്സ് കാണുന്ന സമയത്ത് മേ ബി പിക്ചർ കാണുകയാണെങ്കിൽ അതൊന്ന് നിങ്ങൾ എന്താക്കും, ആ സമയങ്ങളിൽ നിങ്ങളെ കണ്ണ് നിങ്ങൾ എന്താക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ടല്ലേ. എഴുതുകയാണെന്നുണ്ടെങ്കിൽ എഴുതുന്ന സമയത്ത് എന്താക്കും, നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ 3 സെൻസ് ഓർഗൻസ് ആണ് എന്താക്കുന്നത് നിങ്ങളവിടെ യൂസ് ചെയ്യുന്നത്. മെയിൻലി അവിടെ യൂസ് ചെയ്യുന്നത് എന്തോ ഉള്ളൂ, ഹിയറിംഗ് മാത്രമേ ഉള്ളൂ. ടീച്ചർ പറഞ്ഞിരുന്നത് കേൾക്കുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ അല്ലേ. നേരെ മറിച്ച് നിങ്ങൾ ബാക്കി രണ്ടും ചെറിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ അല്ലേ. നേരെ മറിച്ച് നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിലേക്ക് പോകുന്ന സമയത്തോ നിങ്ങൾ ആ ഒരു സെയിം തിയറി സംഭവം നിങ്ങൾ പ്രാക്ടിക്കൽ ആ ഒരു മെഷീനോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഒരു സൊല്യൂഷനോ എന്തോ ആയിക്കോട്ടെ, ആ സാധനം വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ കൈമേലെടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങളവിടെ ഫുൾ ടൈം എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കണ്ണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന സാധനം കറക്റ്റ് നിങ്ങൾ അവിടെ നിന്നാണ് കാണുകയാണല്ലേ, കണ്ണുകൊണ്ട് ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സാധനം നിങ്ങൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലേ. 2 സെൻസ് ഓർഗൻസ് ആയ. നെക്സ്റ്റ് എന്താ, നിങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങളത് കേൾക്കുന്നുണ്ട്. സോ അറ്റ് എ ടൈം അവിടെ നിങ്ങൾ ടീച്ചർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, നിങ്ങളെ കാത് എന്താവുന്നുണ്ട്, കറക്റ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ആ സാധനം. നെക്സ്റ്റ് അതുപോലെ തന്നെ എന്താക്കുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലേ. ഇങ്ങനെ 3ഉം അറ്റ് എ ടൈം നടക്കുന്ന സമയത്ത് മറ്റേതിനേക്കാൾ കൂടുതൽ അവിടെ ഒരു സെൻസ് ഓർഗൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ 3 സെൻസ് ഓർഗൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എന്തായി കിട്ടി, നമുക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനും പറ്റി. ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ബേസിക്കലി ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ, ഒരു ടോപ്പിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, ചിലപ്പോൾ ഏതൊരു ടോപ്പിക്ക് കൂടെ ആ ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം എൻ്റെ ഈ 5 സെൻസ് ഓർഗൻസും ഓപ്പൺ ആക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കും. ഈ 5 സെൻസ് ഓർഗൻസും ഞാൻ ഇൻറ്റൻഷനലി റെഡിയാക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒന്നാമത്തെ എന്താ, സൈറ്റ് അല്ലെങ്കിൽ കാഴ്ച അല്ലേ. അത് നമ്മൾ എന്താക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ഞാനൊരു ബുക്ക് എടുക്കും അല്ലെങ്കിൽ ഈ ഒരു പാഡിലാണെന്നുണ്ടെങ്കിൽ എഴുതും, കറക്റ്റ് എഴുതി അതിൻ്റെ പിക്ചേഴ്സ് വരച്ചും കൂടെ ഉണ്ടാക്കും. ഞാൻ ഫ്ലോ ചാർട്ടുകളൊക്കെ വരച്ച് കറക്റ്റ് അടിപൊളിയാക്കി ആ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് കളർഫുള്ളൊക്കെ ആക്കിയിട്ട് നമ്മൾ കുറേ ഫ്ലോ ചാർട്ടും കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ വരച്ച് എഴുതുന്ന സമയത്ത് അതെന്താവും, കറക്റ്റ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ഞാൻ അതിൻ്റെ റെഫറൻസ് നമ്മളെ ലാപ്പിൽ നോക്കുന്ന സമയത്ത് അതെനിക്ക് എന്താക്കാൻ പറ്റും, കറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ കണ്ണ് യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ഹിയറിംഗ്. ഞാൻ എപ്പോഴും ഞാനൊരു
ടീച്ചിങ് അതിനെ കൊണ്ട് എനിക്ക് എന്താക്കണം, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏതൊരു ടോപ്പിക്കാലും ഞാനത് പറഞ്ഞു കൊടുക്കുന്ന പോലെ പഠിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ടങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അത് പുറത്തോട്ട് വരുന്ന സൗണ്ട് എന്താക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ കേൾക്കുന്ന സമയത്ത് അവിടെ എന്തും കൂടി അവിടെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി, ഹിയറിങ്, ചെവിയും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ആണ് ടച്ച്. ഞാൻ എഴുതിയാണ് പഠിക്കുക, വായിക്കുന്ന കൂടെ തന്നെ ഞാൻ എന്താക്കും, എഴുതും. അങ്ങനെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ടച്ച് ചെയ്തും കൊണ്ടാണ് എന്താക്കുക ഓരോ ലൈൻസ് ഞാൻ എന്താക്കുക വായിക്കുക. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ഓർഗൻ യൂസ് ചെയ്യാൻ തുടങ്ങി, ടച്ച് ചെയ്യുന്ന ഓർഗൻ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. നെക്സ്റ്റ് ടേസ്റ്റ്. ഞാൻ എപ്പോഴും ഈ ഒരു പഠിക്കുന്ന സമയത്ത് ചെറിയ നട്ട്സോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് എന്തെങ്കിലും എന്താക്കാറുണ്ട്, കൊണ്ടുവെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താക്കുന്നുണ്ട്, ടേസ്റ്റ് വേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ ടങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ ടേസ്റ്റ് എന്താക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ സ്മെല്ല്. എൻ്റെ റൂം എപ്പോഴും എന്തായിരിക്കും, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു സ്മെല്ല്, റൂം സ്പ്രേ യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് നല്ലൊരു സ്മെല്ല് എപ്പോഴും എൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ 5 എൻ്റെ സെൻസ് ഓർഗൻസും ഞാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ ആ പഠിക്കുന്ന സംഭവം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നത് 100% ഉറപ്പാണ്. കാരണം അത് പ്രൂവ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതിനെക്കൊണ്ട് ഞാൻ പറയുന്നത് ഈ 5 സെൻസ് ഓർഗൻസും യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താക്കാൻ പറ്റും, നിങ്ങളെ സ്കോർ ഇപ്പോൾ ഒരു ആവറേജിൽ ബിലോ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, സ്കോർ എത്തിക്കാൻ പറ്റുന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. കാരണം ആ പ്രാക്ടിക്കൽ എക്സാമും അല്ലെങ്കിൽ പ്രാക്ടിക്കലും തിയറിയും നമ്മൾ പഠിക്കുന്ന ഡിഫറൻസ് നോക്കിയാൽ തന്നെ മതി. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് ഹിയറിങ് മാത്രം, നമ്മൾ ചെവി മാത്രം യൂസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലേക്ക് പോകുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഒന്നിൻ്റെ സ്ഥാനത്ത് 3 യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു ഗ്രാസ്പിംഗ് പവറിൽ ചേഞ്ച് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻഷനിൽ 5 കൂടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിലോ നല്ല രീതിയിൽ നിങ്ങളെ മാർക്കിൽ എന്തുണ്ടാവും, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് ഗ്യാരണ്ടീഡാണ്. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഇത് സയൻറ്റിഫിക്കലി ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാണ്. അതിനുശേഷം ഞാനത് യൂസ് ചെയ്ത് എനിക്കത് ഓക്കെയാണ്, എനിക്കത് റിസൾട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് എന്താക്കിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാംസ് വരുന്ന സമയമാണ്, ഇപ്പോൾ ക്വാർട്ടർലി എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, അതിലേക്ക് വേണ്ടി നിങ്ങൾ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കാം. എന്തായാലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എനിക്കത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രീൻ്റെ ടീച്ചറുണ്ട്. ആ ടീച്ചർ പഠിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ മ്യൂസിക്സ് കേൾക്കാറുണ്ടെന്ന് അറിയും. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഒരു ടേം ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആണെന്ന് വെച്ചാൽ ആ സെൻറ്റൻസ് പഠിക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അതെല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, ചില ആൾക്കാർക്ക് ഓക്കെ. അപ്പോൾ അത് ആ സെൻറ്റൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പഠിക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ആ ഒരു പാരഗ്രാഫ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മ്യൂസിക് ഇങ്ങനെ മനസ്സിൽ പാടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സെൻറ്റൻസ് ഇങ്ങനെ വരും. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ശരിക്കും ആ മിസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്തതും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്താക്കുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് വെറുതെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുമല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ എന്താക്കും, ചിലപ്പോൾ ഒന്ന് വായിച്ച് പഠിക്കുമായിരിക്കും അല്ലേ. ഈ വായിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ ആ പാരഗ്രാഫ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇത്രേ വരുന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് എന്താക്കുക, വലിയ എഫേർട്ടൊന്നുമില്ല, ഒന്ന് ചെറിയ എഫേർട്ട് ഇട്ട് എന്താക്കുക, ഈ 5 സെൻസ് ഓർഗൻസും കൂടി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനോ, ഒന്ന് ഓപ്പൺ ചെയ്യാനോ, ടച്ച് ചെയ്യാനോ, ഒന്ന് ഫീൽ ചെയ്യാനോ എന്താക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത് എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ഒന്നും എന്താക്കുക, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് എന്തൊക്കെ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അത് ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഒറ്റയടിക്ക് പോയിട്ട് നിങ്ങൾ എല്ലാ സാധനം ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് പഠിച്ചിട്ട് പിറ്റേന്നത്തേക്ക് സാധനം കിട്ടില്ല എന്നല്ല നോക്കണ്ടേ. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പഠനത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് ഉറപ്പുള്ള കാര്യമാണ്. സോ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പഠിക്കുന്ന സമയത്ത് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ